أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واقتلوهم حيث ثقفتموهم وأخرجوهم من حيث أخرجوكم والفتنة أشد من القتل ولا تقاتلوهم عند المسجد الحرام حتى يقاتلوكم فيه فإن قاتلوكم فاقتلوهم كذلك جزاء الكافرين فإن انتهوا فإن الله غفور رحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 192, 193 ആയത്തുകളാണ് ഇപ്പോൾ കേട്ടത്. ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ്: അവരെ, അതായത് നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് വധിക്കുക. അവർ നിങ്ങളെ ബഹിഷ്കരിച്ചിടത്ത് നിന്ന് അവരെ നിങ്ങളും ബഹിഷ്കരിക്കുക. ഫിത്ന കൊലയേക്കാൾ കഠിനമത്രേ. മസ്ജിദുൽ ഹറാമിൻ്റെ സമീപത്ത് വെച്ച് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവിടെ വെച്ച് അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുവെങ്കിൽ നിങ്ങളും അവരുമായി യുദ്ധം ചെയ്യുക. ഇങ്ങനെ തന്നെയാണ് അക്രമികളായ ഈ അവിശ്വാസികൾക്കുള്ള ശിക്ഷ. ഇനി അവർ വിരമിക്കുന്നുവെങ്കിൽ അള്ളാഹു സർവ്വദാ പുറത്തു കൊടുക്കുന്നവനും കരുണാമയനുമാകുന്നു. ഇസ്ലാമിൻ്റെ എതിരാളികളുടെ അഭിപ്രായത്തിൽ ഈ ആയത്തിൽ മുസ്ലിംകൾക്ക് സത്യനിഷേധികളെ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും അവരെ വധിക്കുക എന്നുള്ള അധ്യാപനമാണ് നൽകിയിരിക്കുന്നത് എന്നാണ്. എന്നാൽ ഇതിൽ അത്തരത്തിലുള്ള യാതൊരു കൽപ്പനയുമില്ല. എവിടെ വച്ച് ഒരു കാഫിറിനെ, ഒരു സത്യനിഷേധിയെ കണ്ടാലും അയാളെ വധിക്കുക എന്ന കൽപ്പന ഇല്ല. മറിച്ച് ഇവിടെ വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, ഇതിൽ മുൻ ആയത്തിൽ പരാമർശിച്ച ആ സത്യനിഷേധികളാണ് ഉൾപ്പെടുന്നത്. മുസ്ലിംകളുമായി യുദ്ധം ആരംഭിക്കുകയും യുദ്ധം തുടരുകയും ചെയ്യുന്ന സത്യനിഷേധികളായിട്ടുള്ള ആളുകളുമായി നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് പറയുന്നത്. ഹൈസു സഖിഫ്തുമൂഹും എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത് എവിടെ വെച്ചും സത്യനിഷേധികളുമായി യുദ്ധ സാഹചര്യമുണ്ടാവുകയാണെങ്കിൽ അവിടെ വെച്ച് അവരോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടതാണ്. അല്ലാതെ ഒരാളെയോ രണ്ടാളെയോ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അവരെ ആക്രമിക്കുക എന്നുള്ളതല്ല. മറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ഒരു സൈന്യവുമായിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതല്ലെങ്കിൽ ആ ശത്രു സൈന്യത്തെ സഹായിക്കുന്ന സൈന്യ സംഘങ്ങളുമായിട്ട്. തുടർന്ന് പറയുന്നു, വഅഖ്റിജൂഹും മിൻ ഹൈസു അഖ്റജൂക്കും, നിങ്ങളെ അവർ ഏതൊരു സ്ഥാനത്ത് നിന്നാണോ ഏതൊരു സ്ഥലത്ത് നിന്നാണോ നീക്കം ചെയ്തത് അവരെയും അവിടെ നിന്ന് നീക്കം ചെയ്യുക. ഇതിൽ ഒരു പ്രവചനം അടങ്ങിയിരിക്കുന്നു. അതായത് എവിടെ നിന്നാണോ ഇസ്ലാമിൻ്റെ എതിരാളികൾ, സത്യനിഷേധികൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തിരു സഹാബാക്കളെയും ബലാത്കാരമായി പുറത്താക്കിയത്, അവിടെ മുസ്ലിങ്ങൾക്ക് വിജയശ്രീലാളിതരായിക്കൊണ്ട് പ്രവേശിക്കുവാനുള്ള കഴിവ് അള്ളാഹു നൽകുന്നതാണ്. അങ്ങനെ മുസ്ലിങ്ങളെ അക്രമത്തിനിരയാക്കിയിരുന്ന സത്യനിഷേധികൾ മുസ്ലിങ്ങളുടെ മുന്നിൽ വന്ന് കൈകൂപ്പിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നതാണ്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇവിടെ അഖ്റിജൂഹും എന്നതിൻ്റെ അർത്ഥം അവരെ പൂർണ്ണമായ രീതിയിൽ പുറത്താക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് അവരുടെ സ്വാധീനശേഷി നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കീങ്ങളെ, സത്യനിഷേധികളെ അവിടെ നിന്നും പൂർണ്ണമായിട്ടും പുറത്താക്കിയിട്ടില്ല.
മറിച്ച് അവരുടെ സന്തതികൾക്ക് മക്കയിൽ തന്നെ താമസിക്കാനുള്ള അനുവാദം നൽകുകയാണ് ചെയ്തത്. മക്കയിലെ ഏറ്റവും വലിയ മുശ്രിക്കും ശത്രുമുഖ്യനുമായിരുന്ന അബൂജഹൽ, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ മക്ക വിജയ സമയത്ത് മക്ക വിട്ടുകൊണ്ട് അബിസീനിയയിലേക്ക് പോകുവാൻ ഉദ്ദേശിച്ചിരുന്നു. അങ്ങനെ മക്ക വിട്ട് ഇക്രിമയുടെ ഭാര്യ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് വന്നുകൊണ്ട് അവർക്ക് മക്കയിൽ തന്നെ സ്വതന്ത്രമായി താമസിക്കുവാനുള്ള അനുവാദം ചോദിക്കുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവൃത്തി ഈ ആയത്തിൻ്റെ വിശദീകരണമായിരുന്നു. അതായത് അഖ്റിജൂഹും എന്നുള്ളത് കുഫാറുകളെ, സത്യനിഷേധികളെ ബലാത്കാരമായി അവിടെ നിന്നും പുറത്താക്കാനുള്ള കൽപ്പന നൽകുകയല്ല, മറിച്ച് അവരുടെ സ്വാധീന ശേഷി ഇല്ലാതാക്കുക എന്നതായിരുന്നു. അതുമല്ലെങ്കിൽ അവിടെ നിന്നും പുറത്താക്കിയിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ വീണ്ടും ഉപദ്രവമേൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നവരെയായിരുന്നു. ഇത്തരത്തിലുള്ള ആളുകളെ ഭൗതികമായിട്ടുള്ളൊരു ഭരണകൂടം, ഏത് ഭരണകൂടവും അതിൽ യാതൊരു തെറ്റുമില്ല. അതിനുശേഷം ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നു, വൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ൽ. അതായത് ഓർക്കുക, കൊല അഥവാ കൊലപാതകം അല്ലെങ്കിൽ യുദ്ധം, ഫിത്ന ഉണ്ടാക്കുക എന്നത് കൊലപാതകത്തെക്കാളും അപകടകരമായിട്ടുള്ള തെറ്റാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ആ മാർഗം സ്വീകരിക്കരുത്. അതുകൊണ്ട് അവരുമായി യുദ്ധം ചെയ്യുക, വധിക്കുക എന്നുള്ളത് അക്രമമല്ല. കാരണം യുദ്ധം ചെയ്യുമ്പോഴാണ് തിരിച്ചും യുദ്ധം ചെയ്യുന്നത്, യുദ്ധം അനുവദനീയമാകുന്നതും. എന്നാൽ മതത്തിൻ്റെ പേരിൽ ശിക്ഷ നൽകുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നത് അതിനേക്കാളും അപകടകരമാണ്. കൊലപാതകം എന്നത് പൊതുവിൽ മോശമായൊരു പ്രവൃത്തി തന്നെയാണ്, തെറ്റായ പ്രവൃത്തി തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഭയാനകമായ ഫിത്ന ഉണ്ടാക്കുക എന്നുള്ളത് അതിലും വലിയ തെറ്റാണ്. ഒരു കൊലപാതകത്തിലൂടെ അതല്ലെങ്കിൽ യുദ്ധത്തിലൂടെ ഏതാനും ആളുകൾ മാത്രമേ മരിക്കുന്നുള്ളൂ, ഏതാനും ആളുകൾക്ക് മാത്രമേ ജീവഹാനി സംഭവിക്കുകയുള്ളൂ. എന്നാൽ ഫിത്ന ഉണ്ടാക്കുന്ന ഒരാളുടെ ചില സംസാരങ്ങൾ, ഫിത്ന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സമൂഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാനും അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും കാരണമായി തീരുന്നു. ഇത്തരം ആളുകൾ പറയുന്നത് ഞങ്ങൾ നിസ്സാരമായ ഒരു കാര്യമാണ് പറഞ്ഞത് എന്നാണ്. എന്നാൽ അതൊരു വിഷമാണ്, അതിൻ്റെ വ്യാപ്തി ദൂരവ്യാപകമാണ്. ഭയാനകമായ യുദ്ധങ്ങൾ അതിലൂടെ തുടങ്ങുന്നു. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, ആളുകൾ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടുന്നതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഫിത്ന കൊലയേക്കാൾ മാരകമാണ് എന്ന് മനസ്സിലാക്കുന്നത് വരെ ലോകത്ത് സമാധാനം നിലനിർത്താൻ സാധിക്കുകയില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് വബാരിക് വസല്ലിം ഇന്നക ഹമീദും മജീദ്.